UK സ്വതന്ത്ര വ്യാപാര കരാർ നേട്ടമാകുമെന്ന പ്രതീക്ഷയിൽ ഇടുക്കിയിലെ സുഗന്ധവ്യഞ്ജന വിപണിയും തീരുവ ഒഴിവാവുന്നതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിക്കും. ഇത് കുരുമുളകും തേയിലയും ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് മികച്ച വില നേടിത്തരുമെന്നാണ് കർഷകരുടെ വിശ്വാസം. നൂറ്റാണ്ടുകൾക്ക് മുൻപേ കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന പെരുമ യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രശസ്തമാണ്. സ്വർണത്തെപ്പോലെ മൂല്യം കൽപ്പിച്ചിരുന്ന കുരുമുളകിന്റെ വ്യാപാര കുത്തകയ്ക്ക് വേണ്ടിയാണ് വാസ്കോഡ ഗാമ കടൽ കടന്ന് കേരളത്തിലെത്തിയതുപോലും. ഇന്നും കേരളത്തിൽ നിന്നുള്ള വിദേശ കയറ്റുമതിയിൽ 4% സുഗന്ധവ്യഞ്ജനങ്ങളാണ്. ഇതിൽ ഭൂരിഭാഗവും സംഭാവന ചെയ്യുന്നത് ഇടുക്കി ജില്ലയും. UK-യുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഏലം, കുരുമുളക്, തേയില എന്നിവയുടെ കച്ചവടത്തിന് ഉണർവേകുമെന്ന വിശ്വാസത്തിലാണ് ഇടുക്കിയിലെ കർഷകർ. കയറ്റുമതി തീരുവ ഇല്ലാതാകുന്നതോടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതി വർദ്ധിക്കും. ഇതോടെ വില വർധനവും ഉണ്ടാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. കയറ്റുമതി ചെയ്യുന്നവർക്ക് മാത്രമല്ല, കൃഷിക്കാർക്കും ഏറെ ഗുണകരമാകുന്ന ഒരു കരാറാണ്. പ്രത്യേകിച്ച് നാണ്യവിളകളുടെ കാര്യത്തിൽ. നാണ്യവിളകൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഏലത്തിൻ്റേതാണ്, കുരുമുളകിൻ്റേതാണ്. ഏലവും കുരുമുളകും ഒക്കെ ഏറെ കൃഷി ചെയ്യപ്പെടുന്ന ഒരു ജില്ലയെന്ന നിലയിൽ അത് ജില്ലയിൽ നിന്നുള്ള കൃഷിക്കാർക്ക് ഏറെ ഗുണകരമാകുന്ന ഒരു കരാറാണ്. അപ്പോൾ ഭക്ഷ്യ വസ്തുക്കളുടെ സംസ്കരണം ചെയ്ത് അത് കയറ്റുമതി ചെയ്യുന്നതിനും പൂർണ്ണമായും തീരുവ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ കരാർ. ഇത് നിരവധിയായ കർഷകർക്ക്, പ്രത്യേകിച്ച് പൈനാപ്പിൾ അടക്കമുള്ള ഭക്ഷ്യവിളകൾ അത് സംസ്കരിച്ച് ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഒക്കെയും ഏറെ ഗുണം ചെയ്തൊരു കരാറാണ്. UK-യിലേക്കുള്ള കയറ്റുമതി വർദ്ധിക്കുന്നതോടെ മറ്റ് യൂറോപ്യൻ വിപണികളിലും ചലനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയിൽ നിന്നുള്ള ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയവയ്ക്ക് യൂറോപ്പിൽ മികച്ച മാർക്കറ്റാണ് ഉള്ളത്. തീർച്ചയായിട്ടും എക്സ്പോർട്ടിംഗ് മേഖലയിൽ വളരെയധികം വലിയൊരു നാഴികക്കല്ല് ആവുകയാണ്. പ്രത്യേകിച്ച് സ്പൈസസ് ബോർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്പൈസസ് സെക്ടറിൽ ഇത് വലിയൊരു നാഴികക്കല്ല് തന്നെയാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ഒരുപാട് ഡിമാൻഡുള്ളതും ഹിസ്റ്റോറിക്കലി നോക്കിയാൽ തന്നെ വളരെയധികം ആവശ്യക്കാരുള്ളത്, ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ വളരെയധികം ആവശ്യക്കാരുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കൊടുക്കാനായിട്ടുള്ളൊരു സാധ്യത കിട്ടും. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എക്സ്പോർട്ടേഴ്സിനും. അത് കർഷകരിലും വലിയൊരു ഉണർവുണ്ടാക്കും തീർച്ചയായും. ഏലത്തിന്റെ പ്രധാന വിദേശ വിപണി അറേബ്യൻ രാജ്യങ്ങളാണ്. എന്നാൽ UK അടക്കമുള്ള രാജ്യങ്ങളിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഡിമാൻഡാണ് ഉള്ളത്. ഇക്കാരണത്താൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വർദ്ധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 ഇടുക്കി.